ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെൻസസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിലൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 15 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 15 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ഒപ്പം എക്സ്പ്ലനേഷൻസും എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയെന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളും കുറച്ച് കീവേഡ്സുകളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇതേപോലത്തെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യും തോറും നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഐ ഹാവ് ഗോൺ ടു ഡൽഹി യെസ്റ്റർഡേ, ഐ ഹാസ് ഗോൺ ടു ഡൽഹി യെസ്റ്റർഡേ, ഐ വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ, ഐ ഹാവ് വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ. ആൻസർ ഐ വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കി 3 ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഐ ഹാവ് ഗോൺ ടു ഡൽഹി യെസ്റ്റർഡേ, അപ്പോൾ യെസ്റ്റർഡേ അതായത് ഇന്നലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഹാവ് ഗോൺ, ഹാസ് ഗോൺ ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക? തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അല്ലേ, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണ ഹാവ് ഗോൺ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യെസ്റ്റർഡേ ആയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഓപ്ഷനും പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നോക്കി ഐ ഹാസ് ആണ്. ഐയുടെ അപ്പോൾ ഒരിക്കലും നമ്മൾ ഹാസ് ഉപയോഗിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തെറ്റാന്നുള്ളത് മനസ്സിലായി. പിന്നെയുള്ളത് ഫോർത്ത് ഓപ്ഷനാണ് ഐ ഹാവ് വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ. നമ്മൾ പറയില്ലല്ലോ, അതായത് ഹാവിൻ്റെ ഒപ്പം നമ്മളെപ്പോഴും തേർഡ് ഫോം ഓഫ് ദി വെർബല്ലേ ഉപയോഗിക്കുക, അതായത് ഗോ, വെൻറ്റ്, ഗോൺ ആണ്. എപ്പോഴും ഹാവ് ഗോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും എന്തായാലും ഗ്രാമാറ്റിക്കലി തെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഐ വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പീറ്റർ ഡാഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ആൻസർ ഹാഡ് കംപ്ലീറ്റഡ് ആണ്. എന്താ റീസൺ? കാരണം ഒന്ന് ശ്രദ്ധിച്ചേ ഈ ക്വസ്റ്റ്യൻ. പീറ്റർ ഡാഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്, അതായത് ടീച്ചർ വരുന്നേക്കാളും മുമ്പ് പീറ്റർ ഹോംവർക്ക് ചെയ്തിരുന്നു, അതല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് മുമ്പ് വരുന്ന ഏതാ? ഞാൻ ടൈം ലൈനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിന് മുമ്പ് വരുന്ന ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരുന്നത്? പീറ്റർ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. By the end of next month, we dash here for 7 years. ആൻസർ വിൽ ഹാവ് ലിവ്ഡ് ആണ് കേട്ടോ. ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് വി വിൽ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 7 years ആണ്. എങ്ങനെയാണ് മനസ്സിലായേ വിൽ ഹാവ് ലിവ്ഡ് ആണെന്നുള്ളത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ക്ലൂ ഉണ്ട്. ഫോർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ക്ലിക്ക് ആവേണ്ടത്? സിൻസ് അല്ലെങ്കിൽ ഒക്കെ വരുന്നത് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒപ്പമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ഏതൊക്കെയുള്ളത്? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവും അല്ലെങ്കിൽ ഹാസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇവിടെയുള്ള 2 ഓപ്ഷൻസ് ആണ്, വിൽ ഹാവ് ലിവ്ഡും അടുത്തത് വുഡ് ഹാവ് ലിവ്ഡും. ബാക്കി 2 ഓപ്ഷൻസ് നമുക്കെടുത്ത് മാറ്റാം. വിൽ ബി ലിവിങ്ങും വിൽ ലിവിങ്ങും ഒക്കെ നമുക്കെടുത്ത് മാറ്റാം, കാരണം പെർഫെക്റ്റ് ടെൻസ് അല്ലേ. ഓക്കെ, ഇനി അതിനകത്തുള്ളത് വിൽ ഹാവ് ലിവ്ഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം ഫ്യൂച്ചറിലൊരു സ്പെസിഫിക് ടൈമിൽ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. അതിനെല്ലാം നമ്മൾ സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് പറയാറ്. ഓക്കെ, അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് വി വിൽ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 7 years. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ഡാഷ് മൈ വർക്ക് യെസ്റ്റർഡേ. ആൻസർ ഫിനിഷ്ഡ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ക്വസ്റ്റ്യൻ അത് യെസ്റ്റർഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഐ ഫിനിഷ് മൈ വർക്ക് യെസ്റ്റർഡേ. ഐ ഡാഷ് ഓൾറെഡി ഡാഷ് ദി റെയിൽവേ സ്റ്റേഷൻ. ആൻസർ ഐ ഹാവ് ഓൾറെഡി റീച്ച് ദി റെയിൽവേ സ്റ്റേഷനാണ്. വളരെ എളുപ്പമാണ്. ഇതിനകത്തൊരു ടൈം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആയിരിക്കും. പിന്നെ റീച്ചിൻ്റെ തേർഡ് ഫോം അതായത് റീച്ച്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഐ ഹാവ് ഓൾറെഡി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. വെൻ വി റീച്ച് ദി സ്റ്റേഡിയം ദ പ്ലേയേഴ്സ് ഡാഷ് ദി പ്ലേ ഗ്രൗണ്ട്. ആൻസർ ഹാഡ് ലെഫ്റ്റ് ആണ്. വെൻ വി റീച്ച് ദി സ്റ്റേഷൻ ദ പ്ലേയേഴ്സ് ഹാഡ് ലെഫ്റ്റ് ദി പ്ലേ ഗ്രൗണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും പ്ലേയേഴ്സ് പ്ലേ ഗ്രൗണ്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീനിങ് അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള കാര്യം ഏതാ? പ്ലേ ഗ്രൗണ്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ച് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാഡ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ നമുക്ക് ഹാഡ് ഉള്ളത് ഏതാ? 4ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ എന്താ? ഹാഡ് ലെഫ്റ്റ്. ഐ ഡാഷ് ഹർ ഫോർ എ ലോങ് ടൈം.
ഐ ഹാവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം. എന്തുകൊണ്ട് ഹാവ് നോൺ എന്ന് പറയാൻ കാര്യം, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ എന്താ കാര്യം, ക്വസ്റ്റ്യനിൽ 4 ഉണ്ട്, 4 കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ക്ലിയർ ആയി അല്ലേ, പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഈ 4 നിന്ന് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ക്ലിയർ ആയി ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം എന്നുള്ളത്. പിന്നെ ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഹാവേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്, ഐ ഹാവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം. ഐ ഡാഷ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ആൻസർ ഹാവ് ബീൻ വർക്കിംഗ് ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. എന്തുകൊണ്ടാണ് ഹാവ് ബീൻ വർക്കിംഗ് യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 4, സിൻസും 4 ഒക്കെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത് ക്ലിയർ ആയിരിക്കും. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് പറയാറുള്ളത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ആ ടെൻസസിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours, ഞാൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആൻഡ് ഐ ആം നൗ ടയേർഡ്, ഇപ്പോൾ ഞാൻ ടയേർഡാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ദേ വെൻറ്റ് ഹോം ആഫ്റ്റർ ദേ ഡാഷ് their വർക്ക്. ആൻസർ ഹാഡ് ഫിനിഷ്ഡ് ആണ്. ദേ വെൻറ്റ് ഹോം ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ് ദെയർ വർക്ക്. എന്തുകൊണ്ടാണ് ഹാഡ് ഫിനിഷ്ഡ് വരാൻ കാര്യം, അവരാദ്യം അവരുടെ വർക്ക് ചെയ്ത് തീർത്തിരുന്നു, അതിനുശേഷമാണ് അവരവരുടെ വീട്ടിലേക്ക് പോയേക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം, അതായത് ഒരു സെൻറ്റൻസിനകത്ത് 2 സിറ്റുവേഷൻസ് വന്നേക്കാണ്, രണ്ടും പാസ്റ്റിലാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. അതിൻ്റെ ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പറയാത്തവർ അതൊന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ ദേ വെൻറ്റ് ഹോം ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ് ദെയർ വർക്ക്, ആദ്യം അവരുടെ വർക്കാണ് തീർന്നത്, അതിനുശേഷമാണ് അവർ വീട്ടിൽ പോയത്. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ എന്താണ്, ഹാഡ് ഫിനിഷ്ഡ്. ഷീ യൂഷ്വലി ഡാഷ് ക്ലാസിക്കൽ സോങ്സ് ബട്ട് ടുഡേ ഷീ ഈസ് സിംഗിങ് എ ഫിലിം സോങ്. ആൻസർ സിങ്സ് ആണ്. ഷീ യൂഷ്വലി സിങ്സ് ക്ലാസിക്കൽ സോങ്സ് ബട്ട് ടുഡേ ഷീ ഈസ് സിംഗിങ് എ ഫിലിം സോങ്. അപ്പോൾ നമുക്കറിയാലോ യൂഷ്വലി അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ അതൊരു ഹോബി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സെൻറ്റൻസും നമുക്കറിയാം അത് പ്രസൻറ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും, സിങ്സ് ആയിരിക്കും കേട്ടോ. ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് എങ്ങനെയായിരിക്കും, വെർബും സിംഗുലർ, അതായത് സിങ്സ്. ഹീ ഈസ് നോട്ട് ഹിയർ നൗ, ഹീ ഡാഷ് ടു ചെന്നൈ. ആൻസർ എന്താ, ഹാസ് ഗോൺ ആണ്. ഹീ ഈസ് നോട്ട് ഹിയർ നൗ, ഹീ ഹാസ് ഗോൺ ടു ചെന്നൈ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, ഐ മീൻ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഹീ ഈസ് നോട്ട് ഹിയർ നൗ, നൗ എന്നുള്ള വാക്കുണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ അവനിവിടെ ഇല്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് പറഞ്ഞേക്കുന്നത്, അതായത് തൊട്ട് മുമ്പ് അവൻ പോയി എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹീ ഹാസ് ഗോൺ ടു ചെന്നൈ എന്നുള്ളതാണ് ആൻസർ. When I met my friend John Verghese in 1995, he dashed a novel for 3 years. Answer had been writing ആണ്. When I met my friend John Verghese in 1995, he had been writing a novel for 3 years. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, മെറ്റ്, വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്. അപ്പോൾ മെറ്റ് കാണുമ്പോൾ നമുക്കറിയാലോ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മുടെ ഒരു സെൻറ്റൻസ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് ഹാസ് ബീൻ റൈറ്റിങ്ങും ഹാസ് റിട്ടേണും എന്നുള്ള ബിയും ഡിയും ഓപ്ഷൻ എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെയുള്ള വാസ് റൈറ്റിങ്ങും ഹാഡ് ബീൻ റൈറ്റിങ്ങും. അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലൂ കിട്ടുന്നത്, ഫോർ 3 years. അപ്പോൾ 4 കാണുമ്പോൾ നമുക്കറിയാലോ പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, പെർഫെക്റ്റ് ടെൻസ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അറിയാം. പിന്നെ ഫോർ 3 years എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ എന്തായാലും ഒരു ഡ്യൂറേഷനാണ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്, ഹാഡ് ബീൻ റൈറ്റിംഗ്. ഐ ഡാഷ് ദിസ് ആർട്ടിക്കിൾ ലാസ്റ്റ് ഇയർ ആൻഡ് നൗ ഐ വോണ്ട് ടു പബ്ലിഷ് ഇറ്റ്. ആൻസർ എന്താ വരുന്നത്, റോട്ടാണ്. ലാസ്റ്റ് ഇയർ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാലോ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഐ റോട്ട് ദിസ് ആർട്ടിക്കിൾ ലാസ്റ്റ് ഇയർ ആൻഡ് നൗ ഐ വോണ്ട് ടു പബ്ലിഷ് ഇറ്റ്. അപർണ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. ആൻസർ ഫ്ലോൺ ആണ്. അപർണ ഹാസ് ഫ്ലോൺ ടു ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് ഹാസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം വരുന്നത് എന്തായിരിക്കും, എപ്പോഴും തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഇപ്പോൾ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഓക്കെ, അപ്പോൾ അപർണ ഹാസ് ഫ്ലോൺ ടു ബാംഗ്ലൂർ. ലാസ്റ്റ് വൺ നോക്കാം. ദ മിറർ ഡാഷ് ബ്രോക്കൺ വെൻ ഐ ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ദി ബാത്റൂം. ആൻസർ ഗോട്ട് ആണ്. ദ മിറർ ഗോട്ട് ബ്രോക്കൺ വെൻ ഐ ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ദി ബാത്റൂം.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിടക്കണതെന്നുള്ളത് മനസ്സിലാവും. കാരണം ഡ്രോപ്പ്ഡ് ആണ്, ഡ്രോപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോപ്പ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മിറർ അങ്ങ് ഇട്ടപ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോയി എന്നുള്ളൊരു മീനിങ്ങാണ് പറയുന്നത്. അപ്പോൾ വെൻ, അതായത് ഒരേ സമയത്ത് നടന്നിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ച് പറയാറില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ദ മിറർ ഗോട്ട് ബ്രോക്കൺ വെൻ ഐ ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ദി ബാത്റൂം. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഈ 15 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായും നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ തിയറിയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാര്യം, റൂൾസ് എന്താണെന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ വീഡിയോസ്, ടെൻസസ് ഞാൻ ഫുൾ ചെയ്ത് തീർത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ മോക്ക് ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.